ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കടലക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല നാടൻ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വറുത്തരച്ച കടലക്കറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുക്കറിലേക്ക് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്ന കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളൊരു ചെറിയ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അതേപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഒരു മസാലയും കടലയും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല രീതിക്ക് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ ഒരു കടല മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു കടല ഒന്ന് വേവിച്ചെടുക്കാം. കടല വെന്ത് വരുമ്പോഴത്തേനും നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിൽ അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 6-7 കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ തന്നെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ തേങ്ങക്കൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ വറുത്തെടുത്താൽ മതി. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കടലൊക്കെ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു സവാളയും തക്കാളിയൊക്കെ അതിൽ കിടന്നിട്ട് തന്നെ നല്ല രീതിക്ക് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അപ്പോൾ നല്ല ലൂസായി പോവും. അപ്പോൾ അതിന് ഇതെല്ലാം കൂടെ നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കരുത്. ഇപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു രീതിക്കാണ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇനി ഇത് തിളപ്പിച്ചെടുക്കുമ്പോൾ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഇതിലും കൂടുതലായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു കറി ഈ ഒരു രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ അത് വറവിടാനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ എന്താ നമ്മുടെ നല്ല നാടൻ രുചിയിലുള്ള വറുത്തരച്ച കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.